ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ന് വളരെ ഉപകാരപ്രദവും അതുപോലെ തന്നെ എല്ലാവർക്കും വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. വേറൊന്നുമല്ല, നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ എന്തുകൊണ്ട് നമ്മൾ ഈ മോഡലിലുള്ള സ്റ്റീൽ ടാങ്ക് വെക്കണം എന്നുള്ള ഡീറ്റെയിൽസാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. കാരണം ഞാൻ അതിന് മുന്നൊരു ഈ ഒരു ടാപ്പിൽ നിന്ന് സാധാരണ ഒരു ടാപ്പിൽ നിന്ന് വരുന്ന വെള്ളം ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാൻ കണ്ടോ. ഇതാണ് നമ്മുടെ വെള്ളത്തിൻ്റെ അവസ്ഥ വരുന്നത്. ചില ഏരിയകളിൽ അല്ലെങ്കിൽ നമ്മൾ ചില വാട്ടർ ടാങ്കുകളിൽ നിന്ന് വരുന്ന വെള്ളത്തിൻ്റെ അവസ്ഥയായിരിക്കും. പക്ഷേ ടാപ്പ് തുറന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ടാപ്പ് തുറക്കുന്ന സമയത്ത് നമുക്ക് യാതൊരു കുഴപ്പമായിട്ട് തോന്നില്ല. പക്ഷേ അത് ബക്കറ്റിൽ പിടിക്കുന്ന സമയത്ത് ഇതായിരിക്കും നമ്മുടെ ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളത്തിൻ്റെ അവസ്ഥ. ഇത് എപ്പോഴാണ് കൂടുതൽ സംഭവിക്കുന്നത്? വെള്ളം തീർന്നു കഴിയുമ്പോൾ നമ്മൾ അവസാനത്തെ ആ എൻഡ് വരുന്ന സമയത്താണ് കൂടുതൽ ഇത് കാണുന്നത്. അത് എന്തുകൊണ്ട് വരുന്നു എന്നാണ് നമ്മൾ നോക്കേണ്ടത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടാങ്കിൻ്റെ അവസ്ഥ കൂടി ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. അതായത് വാട്ടർ ടാങ്കിൻ്റെ അവസ്ഥ കണ്ടോ, ഇതാണ് സംഭവിക്കുക. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കിണറിൽ ചെളിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കൂടിയും കുറേ നാളുകൾ കഴിയുന്ന സമയത്ത് നമ്മുടെ ടാങ്കിൻ്റെ അവസ്ഥ ഇതായിരിക്കും. ഈ പറയുന്ന രീതിയിൽ കംപ്ലീറ്റ് അഴുക്ക് കാര്യങ്ങളെല്ലാം ഫംഗലും കാര്യങ്ങളെല്ലാം നമ്മുടെ പ്ലാസ്റ്റിക് ടാങ്കിൻ്റെ സൈഡിൽ പിടിച്ചിരിക്കും. ഈ രീതിയിലുള്ള വെള്ളം നമ്മൾ കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വാട്ടർ ടാങ്കിൽ, അതായത് നമ്മുടെ മുകളിൽ വാട്ടർ ടാങ്കിൻ്റെ വെള്ളം തീർന്നു ഏറ്റവും അവസാനം വരുന്ന സമയത്ത് കംപ്ലീറ്റ് ചെളിയും കാര്യങ്ങളും അടിഞ്ഞുകൂടി താഴെ ഒരു ലെയർ ഉണ്ടാവും. ആ ലെയർ നമ്മൾ കൊടുത്തിരിക്കുന്ന പൈപ്പിലേക്ക് കംപ്ലീറ്റ് ഇറങ്ങും. ഇത് ഇറങ്ങി നമ്മുടെ പൈപ്പുകളിലെല്ലാം തന്നെ വന്നതിന് ശേഷമായിരിക്കും നമ്മൾ അറിയുന്നത് നമ്മുടെ വാട്ടർ ടാങ്കിൻ്റെ അവസ്ഥ എങ്ങനെയായിരുന്നു. പക്ഷേ നമ്മൾ ഈ വെള്ളം തന്നെ ഇത് ഇങ്ങനെ വരാത്ത രീതിയിൽ, അതായത് ഈ പറയുന്ന വേസ്റ്റ് വെള്ളം ഇങ്ങനെ ഊറലുള്ള സ്ഥലങ്ങളിൽ, ഊറൽ കൂടുതലുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ ഊറൽ വരുന്ന സംഭവം നമുക്ക് എങ്ങനെ ഒഴിവാക്കാമെന്നാണ് നമ്മൾ ഇന്നത്തെ പുതിയ മോഡലുള്ള വാട്ടർ ടാങ്ക് ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുന്നത്. ഇതാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന വാട്ടർ ടാങ്ക്. വാട്ടർ ടാങ്കിൻ്റെ ആകൃതി ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതിൻ്റെ ഫിറ്റിങ്സും കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. നിങ്ങൾ കണ്ടോ, അതായത് വാട്ടർ ടാങ്കിൻ്റെ ആകൃതി തന്നെ ഏറ്റവും അടിവശം ചെറിയൊരു കർവാണ്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ടെക്നോളജി എന്ന് പറയുന്നത്. ആ ടെക്നോളജി, അതായത് ആ കർവിൽ ഏറ്റവും താഴെ കൊടുത്തിരിക്കുന്ന വേസ്റ്റ് ലൈൻ കാണാൻ സാധിക്കും. 1 ഇഞ്ച് പൈപ്പ് കൊടുത്തിട്ട് ഒരു വാൽവ് കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇതാണ് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ആ ചെളിവെള്ളം കംപ്ലീറ്റ് നമ്മൾ ആ വാൽവ് തുറന്നിട്ടുണ്ടെങ്കിൽ നേരെ താഴേക്ക് കളയാൻ സാധിക്കും. ഇതൊരിക്കലും പൈപ്പിലേക്ക് ഇറങ്ങില്ല. കാരണം എന്തുകൊണ്ട് ഇറങ്ങില്ല എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ വേസ്റ്റ് ലൈൻ ഇറങ്ങുന്നതിൻ്റെ തൊട്ട് മുകളിൽ ഏകദേശം ഒരു 4 ഇഞ്ച് ഹൈറ്റിലായിരിക്കും നമ്മുടെ വാട്ടർ ലൈനിൻ്റെ മെയിൻ ലൈൻ. അതിൽ നിന്നായിരിക്കും ഔട്ട് വരികയുള്ളൂ. അപ്പോൾ ഉറപ്പായിട്ട് പറയുകയാണെങ്കിൽ ആ ചെളി കാര്യങ്ങളൊക്കെ വരുന്നത് താഴെ വന്ന് അടിഞ്ഞു കിടക്കും. അതിന് മുകളിലായിട്ടാണ് ചെളി കാര്യങ്ങളൊക്കെ വന്ന് അടിഞ്ഞതിന് തൊട്ട് മുകളിലായിട്ടാണ് നമ്മുടെ വാട്ടർ ടാങ്കിൻ്റെ ഔട്ട്ലെറ്റ് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഔട്ട്ലെറ്റിൻ്റെ സിസ്റ്റം കൊടുത്തിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ആ ചെളിവെള്ളം നമ്മൾ താഴേക്ക് ഇറങ്ങില്ല. ആ 1 ഇഞ്ച് വാൽവ് നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ടാങ്ക് സെൽഫായിട്ട് ക്ലീൻ ചെയ്യുന്ന രീതിയിൽ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ടാങ്ക് ക്ലീൻ ചെയ്യേണ്ട കാര്യം വരുന്ന സമയത്ത് നമ്മൾ മറ്റ് ടാങ്കുകളാണ്, പ്ലാസ്റ്റിക് ടാങ്ക് അതുപോലത്തെ ടാങ്കുകളാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഇറങ്ങി നിന്ന് അല്ലെങ്കിൽ ഒരാൾ വിളിച്ച് കഴിയിപ്പിക്കേണ്ട ഒരവസ്ഥ. അത് മാത്രമല്ല, കഴുകുന്ന സമയത്താണെങ്കിൽ കംപ്ലീറ്റ് വേസ്റ്റ് വെള്ളവും കാര്യങ്ങളും വീണ്ടും നമ്മുടെ പൈപ്പിലേക്ക് പോകും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു പ്രൊഡക്ട്സ് നമുക്കിതൊന്ന് കാണാം. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ നമുക്ക് കാണാം. എക്കോ സ്റ്റാർ എന്നാണ് കമ്പനിയുടെ പേര്. അതായത് സ്റ്റീൽ ടാങ്ക് ആണ് വരുന്നത്. സ്റ്റീൽ ടാങ്ക് എന്തുകൊണ്ട് നമുക്കിത് ഈ വേസ്റ്റ് വെള്ളം കാര്യങ്ങൾ പൈപ്പിലേക്ക് ഇറങ്ങില്ല എന്ന് വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഇതാണ് നമ്മുടെ ഔട്ട്ലെറ്റ് വരുന്നത്. അതായത് നമ്മുടെ വാട്ടർ ടാങ്കിൻ്റെ ഔട്ട്ലെറ്റ് വരുന്നത് ഈ ഏരിയ ആണ് വരുന്നത്. ഈ ഏരിയ നിങ്ങൾ കണ്ടോ, അതായത് ഒരു കർവ് സിസ്റ്റത്തിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഏകദേശം 4 ഇഞ്ചോളം താഴ്ത്തി കർവ് വരുന്ന രീതിയിൽ ഇത്രയും ഭാഗം ടാങ്കിൻ്റെ അടിവശമാണ് ഈ കാണുന്നത്. ഈ അടിവശത്തിൻ്റെ ഏറ്റവും അടിയിൽ നിന്നല്ല കണക്ഷൻ എടുത്തിരിക്കുന്നത്. ഏറ്റവും അടിയിൽ വന്നിരിക്കുന്നത് വേസ്റ്റ് ലൈനാണ്. കണ്ടോ, അതിൻ്റെ അടിയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ വേസ്റ്റ് ലൈൻ കണ്ടോ, നമ്മൾ നേരത്തെ കാണിച്ച കണക്ട് ചെയ്ത സമയത്ത് 1 ഇഞ്ച് വാൽവ് കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. കണ്ടോ, ഇത് ഇതിലാണ് നമ്മൾ വേസ്റ്റ് ലൈൻ കണക്ട് ചെയ്യുന്നത്. അതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ടാങ്കിൻ്റെ വേസ്റ്റും കാര്യങ്ങളും വന്നടിയുന്നത്, വെള്ളത്തിൻ്റെ ഊറലും കാര്യങ്ങളൊക്കെ വന്നടിയുന്നത് ഇവിടെ ആയിരിക്കും. അപ്പോൾ ഒരിക്കലും ഇതിൽ നിന്ന് ഔട്ട്, അതായത് ഇതിൽ നിന്നാണ് നമുക്ക് ഔട്ട് പോകുന്നത്, ആ ഔട്ടിലേക്ക് ഒരിക്കലും പോകില്ല. അപ്പം നമ്മൾ ഇവിടെ താഴെ ഏറ്റവും താഴെയുള്ള ആ വേസ്റ്റ് വന്ന് അടിക്കുന്ന സ്ഥലത്ത് എന്ത് ചെയ്യും, ഇടയ്ക്കിടയ്ക്ക് നമുക്കൊരു വാൽവ് വെച്ച് കൊടുക്കണം. ഒരു വാൽവ് വെച്ച് കൊടുത്തതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ആ വാൽവ് ഓൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഊറൽ കാര്യങ്ങളെല്ലാം നമുക്ക് പുറത്തേക്ക്, അത് വേണമെങ്കിൽ നമുക്ക് ഓവർഫ്ലോയിലേക്ക് കണക്ട് ചെയ്യാം. അതായത് നമ്മുടെ വീട്ടിലകത്ത് പിന്നെ മോട്ടർ ഓവർഫ്ലോ കണക്ട് ചെയ്യുന്ന സ്ഥലത്തേക്ക് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഊറൽ കാര്യങ്ങൾ അതിലേക്ക് ഇറങ്ങിപ്പോക്കോളും. അതിന് സെപ്പറേറ്റ് ഒരു വാൽവ് വെച്ച് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ഔട്ട്ലെറ്റ് കാര്യങ്ങൾ വരുന്നത് സൈഡിൽ നിന്നായതുകൊണ്ട് നമുക്ക് ഒരിക്കലും ആ ഊറലുള്ള വെള്ളം ഒരിക്കലും താഴേക്ക് വരില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. അതിൻ്റെ ഗുണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം എപ്പോഴും നമ്മൾ ഉപയോഗിക്കാറുള്ള ശുദ്ധമായ വെള്ളം തന്നെ ആ ലെവലിലേക്ക് കിട്ടും. പിന്നെ മെറ്റീരിയൽ എല്ലാം തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് വരുന്നത്. അപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയതുകൊണ്ട് തന്നെ ഒരിക്കലും തുരുമ്പ് പിടിക്കേണ്ട അവസ്ഥ വരുന്നില്ല. അതുമാത്രമല്ല, ഇതിൻ്റെ അകത്ത് ഫംഗൽ കാര്യങ്ങളൊന്നും ആ ഏരിയയിലേക്ക് വരില്ല. ഫംഗൽ കാര്യങ്ങളൊന്നും പിടിച്ചിരിക്കുന്ന അവസ്ഥ വരില്ല. പിന്നെ നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ സ്റ്റീൽ ടാങ്ക് ആയതുകൊണ്ട് നിങ്ങൾക്കൊരു സംശയം തോന്നാം, ഈ
മെറ്റീരിയൽ വെയിലത്തുള്ള നമ്മൾ ഓൾറെഡി ടാങ്ക് കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ടാങ്ക് ഇരിക്കുന്ന സമയത്ത് ചൂടാവുമോ എന്നുള്ളൊരു സംശയമുണ്ട്. പക്ഷേ നമ്മളിത് വെച്ചിരിക്കുന്ന ഒരുപാട് ആളുകളിലായിട്ട് എൻക്വയറി എടുക്കുന്ന സമയങ്ങളിൽ നമ്മൾ പറയുന്ന പോലെ തന്നെ ഒരു തുള്ളി വെള്ളം ഇതിൻ്റെ അകത്ത് ചൂടാവുന്ന അവസ്ഥ ഇതുവരെ കണ്ടിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്യാം. അതായത് നമുക്കിത് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും. ഒട്ടും തന്നെ വെള്ളം ചൂടാവാത്ത അവസ്ഥയിൽ നമുക്ക് ഉപയോഗിക്കാം. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ കൂടി പറയുന്നത്. കാരണം മെറ്റൽ ബോഡി ആണെങ്കിൽ എന്തുകൊണ്ട് ചൂടാവുന്നുള്ള ചോദ്യമാണ് എല്ലാവർക്കും ഉണ്ടാകുന്നത്. പിന്നെ അത് മാത്രമല്ല ഇതിൻ്റെ അകത്ത് നിങ്ങൾ കണ്ടോ, അതായത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പ്രൊഡക്ട്സുകളായതുകൊണ്ട് ഏറ്റവും താഴെ നമ്മൾ പറഞ്ഞ രീതിയിൽ തന്നെ ഏറ്റവും താഴെയാണ് അതിൻ്റെ വേസ്റ്റ് ലൈൻ വന്നിരിക്കുന്നത്. ആ വേസ്റ്റ് ലൈനിൽ നിന്ന് ഒരു 4 ഇഞ്ച് അല്ലെങ്കിൽ 5 ഇഞ്ച് പൊങ്ങിയിട്ടാണ് നമ്മുടെ മെയിൻ ഔട്ട്ലൈൻ വന്നിരിക്കുന്നത്. അപ്പോൾ വേസ്റ്റ് ലൈൻ കംപ്ലീറ്റ് താഴെ വന്ന് പോകും. പിന്നെ ഇത് കമ്പനിയുടെ പേര് കണ്ട ഞാൻ ജസ്റ്റ് നിങ്ങളത് പരിചയപ്പെടുത്താം. എക്കോ സ്റ്റാർ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പ്യുവർ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് യൂസ് ചെയ്യുന്നത്. 1000 ലിറ്ററിൻ്റെ ടാങ്കാണ് വരുന്നത്. പിന്നെ 1000 ലിറ്ററിൻ്റെ ഇത് കൂടാതെ തന്നെ 500 ലിറ്ററിൻ്റെ 1000 ലിറ്ററിൻ്റെ 2000 ലിറ്ററിൻ്റെയൊക്കെ ടാങ്കുകൾ നമുക്ക് അവൈലബിൾ ആണ്. സാധാരണ ഒരു വീട്ടിലേക്ക് നമുക്ക് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 1000 ലിറ്ററിൻ്റെ ടാങ്ക് മതിയാവും. ഇനി അതല്ല വെള്ളം കാര്യങ്ങളൊക്കെ ഒന്നും ഒരു ദിവസം വെള്ളം ഉണ്ടാവില്ല, പൈപ്പ് വെള്ളമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഒരു ദിവസം വെള്ളം ഉണ്ടാവില്ലെങ്കിൽ നമുക്ക് 2 ലിറ്ററിൻ്റെയൊക്കെ മാക്സിമം വാങ്ങിച്ച് വയ്ക്കാം. പിന്നെ അത് മാത്രമല്ല നമ്മൾ സാധാരണ രീതിയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ടർ ടാങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ വാട്ടർ ടാങ്കിൽ 2 ദിവസം 3 ദിവസമൊക്കെ വെള്ളം കടന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ചുകയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ ഇത് നമുക്കത് പ്രതീക്ഷിക്കാം. ഒരിക്കലും അതിൽ നിന്നും സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ടാങ്കിൽ നിന്നും ഒരിക്കലും നമുക്കത് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. കാരണം അത് മാത്രമല്ല ഫംഗൽ കാര്യങ്ങളൊന്നും തന്നെ പിടിക്കില്ല. പിന്നെ മെയിൻ കാര്യങ്ങൾ ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇടിവെട്ട് കാര്യങ്ങളൊക്കെ പിടിക്കുക എന്നുള്ളത്. അത് നമുക്ക് നിങ്ങൾ സിമ്പിളായിട്ടൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മുടെ വീടുകളിൽ യൂസ് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം മെറ്റീരിയൽസ് നമ്മൾ വീടിൻ്റെ അകത്ത്, അതായത് മെറ്റലായിട്ട് എന്തെല്ലാം പ്രൊഡക്ട്സുകൾ നമ്മൾ വീടിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇടിവെട്ട് കിട്ടുന്ന സമയത്ത് കിട്ടുകയോ കിട്ടാതിരിക്കുന്നത് അതിനെ ആശ്രയിച്ചാണോ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അതിൻ്റെ ഒരു പൊസിഷൻ ആശ്രയിച്ചിരിക്കും. പിന്നെ അത് മാത്രമല്ല ഇടിവെട്ടിൻ്റെ പൊസിഷൻ കറക്റ്റായിട്ട് അട്രാക്റ്റ് ചെയ്യുന്നത് ഒരു പോയിൻറ്റഡ് ഏരിയകളിലേക്കാണ്. അതായത് കറക്റ്റ് ചെയ്ത് പറഞ്ഞ ഒരു കറക്റ്റ് ഒരു പോയിൻറ്റഡ് ഏരിയകളിലേക്കാണ് എഫക്റ്റ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ടാങ്കിൻ്റെ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ടാങ്ക് വരുന്നതെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഏരിയ ആയതുകൊണ്ട് നമുക്കത് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. പിന്നെ അത് മാത്രമല്ല ഈ മോഡൽ നമുക്കിതിപ്പോൾ സാധാരണ ലെവലിലുള്ള വാട്ടർ ടാങ്ക് കിട്ടുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല ഹൈറ്റ് കുറഞ്ഞ ഏരിയകളുണ്ടാവും. ഹൈറ്റ് കുറഞ്ഞ ഏരിയകളിലാണെങ്കിൽ അതായത് നമ്മുടെ ഡ്രസ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഏരിയകളിൽ നമുക്ക് വേണമെങ്കിൽ ടാങ്ക് കറക്റ്റ് ആയിരിക്കും നമ്മൾ വരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തിരിക്കാവുന്ന ചെറിയ ടാങ്കുകൾ നമുക്ക് എക്സ്ട്രാ എന്നുള്ള കമ്പനിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. അത് നമ്മൾ ഏത് ഷേപ്പ് വേണമെങ്കിലും നമുക്ക് വേണ്ട ഏതാണ് അളവ് വേണ്ടത് അത് കറക്റ്റായിട്ട് കമ്പനി അറിയിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് ഇഷ്ടപ്പെട്ട മോഡലിൽ നമുക്ക് ഈ മോഡലിൽ നമുക്ക് ചെറിയ മോഡലാണ് ചെറിയ മോഡൽ, വലിയ മോഡലാണ് ഈ വലിയ മോഡൽ, ഈ ലെവലിൽ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല ഇതിൻ്റെ സ്റ്റാൻഡും എല്ലാം നമുക്ക് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയതുകൊണ്ട് ഒരിക്കലും പേടിക്കേണ്ട കാര്യം വരുന്നില്ല. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് സ്റ്റീൽ ടാങ്ക് എന്തുകൊണ്ട് വെക്കണമെന്നും സ്റ്റീൽ ടാങ്കിൽ നിന്ന് എന്തൊക്കെ ഗുണങ്ങളാണ് ഉള്ളതെന്നും ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ അങ്കമാലി നായത്തോട് ജംഗ്ഷനിലുള്ള ഡോർ വിൻ എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ് നമുക്ക് ഈ ടാങ്ക് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾ കൊടുക്കുന്ന ഓർഡർ അനുസരിച്ചിട്ട് നമുക്ക് അവർ സ്പോട്ടിൽ നമ്മുടെ വീട്ടിൽ ഇറക്കി തരുന്നതായിരിക്കും. ഏത് മോഡൽ വേണമെങ്കിലും നമുക്ക് അവൈലബിൾ ആണ്. അതുമാത്രമല്ല കമ്പനി നമുക്ക് തരുന്നതെന്ന് വെച്ചാൽ ടാറ്റയുടെ തന്നെ സ്റ്റീൽ ഡോറുകൾ, സ്റ്റീൽ വിൻഡോസ്, അതുപോലെ തന്നെ കട്ട്ല ജനലുകൾ, ഇതെല്ലാം തന്നെ നമുക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉള്ളതുകൊണ്ട് നമുക്ക് ഏത് ഡിസൈനിൽ വേണമെങ്കിലും കമ്പനി നമുക്ക് ചെയ്തു തരുന്നതായിരിക്കും. അതുമാത്രമല്ല പ്രൊഡക്ഷൻ യൂണിറ്റ് നമുക്ക് സ്വന്തമായിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട, അതായത് മാക്സിമം നമുക്ക് എത്ര മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിനേക്കാൾ നല്ല റേറ്റ് കുറച്ച് നമുക്ക് കമ്പനിയിൽ നിന്ന് വാങ്ങിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ കോൺടാക്ട്സ് നമ്പറും കാര്യങ്ങളെല്ലാം തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം. അതുപോലെ തന്നെ ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് സ്റ്റീൽ ടാങ്ക് വെക്കണമെന്നും ഫുൾ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ എങ്ങനെ ഫിറ്റ് ചെയ്യാന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ താഴെ കൊടുത്തേക്കാം. ഇവരുടെ കോൺടാക്ട്സ് നമ്പറും കാര്യങ്ങളും, അതായത് സ്റ്റീൽ ടാങ്കിൻ്റെ കോൺടാക്ട്സ് നമ്പർ കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ താഴെ കൊടുത്തേക്കാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഒരു കാര്യം മറന്നു, അതായത് നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാതെ പോകരുത്. ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.